നമസ്കാരം. പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം നിലയ്ക്കാത്ത ഒരു പഠനമാണ്, എഡ്യൂക്കേഷനാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നും ഡിസ്കസ് ചെയ്യാനില്ല. ശരിക്കും നിരന്തരമായിട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള ഒരു മാധ്യമമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും എഡ്യൂക്കേഷൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുന്നത് ആരാണ്? ഞാനാണ്. ഞാൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ അവിടെ എഡ്യൂക്കേഷന് യാതൊരു അർത്ഥമില്ല. അപ്പൊ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വഭാവം, ഭഗവത്ഗീതയിൽ പറയുന്നത് സ്വഭാവം അധ്യാത്മ ഉച്യതേ, മൈസെൽഫ്. ഞാനാണ് ഇവിടെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, ഞാനാണ് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുന്നത്, ഞാനാണ് ഉയരുന്നത്. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ അറിയാൻ ശ്രമിക്കുമ്പോൾ, പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ അറിവ് തന്നെ എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമാവും. ഈശാവാസ്യ ഉപനിഷത്തിന്റെ ഒരു ശ്ലോകമാണ്, ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം പൂഷൻ അപാവൃണ് സത്യധർമായ ദൃഷ്ടയെ. ഈ ഹിരൺമയമായുള്ള പാത്രം എന്നെ സത്യത്തിൽ നിന്നും പ്യൂരിറ്റിയിൽ നിന്നും മറയ്ക്കുന്നു. അപ്പൊ പഠിക്കുന്തോറും ഈ ബ്ലോക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇന്റലക്ച്വൽ അറഗൻസ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ക്ലൗഡ് ഓഫ് അൺനോയിങ് എന്നുള്ള പുസ്തകമുണ്ട്, അത് വർദ്ധിക്കുന്നു. അപ്പോൾ പഠിക്കുന്തോറും അറിവില്ലായ ശരിക്കും കൂടുക ചെയ്യുന്നു. അറിവില്ലായ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള സ്രോതസ്സിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെയായി തുടങ്ങും. ഈഗോ തന്നെ ആ ബ്ലോക്ക് സൃഷ്ടിക്കും. ഈശ്വരന്റെ ഷാഡോ ആണ് എന്ന് പറയും, വെളിച്ചം. ലൈറ്റ് ഇസ് എ ഷാഡോ. അതൊരു അത്ഭുതമൊന്നുമില്ല. കാരണം നമ്മൾ വെളിച്ചമടിച്ചിട്ട് സത്യത്തെ നോക്കാൻ ശ്രമിക്കുമ്പോൾ ആ വെളിച്ചം തന്നെ എനിക്ക് മറയായിട്ട് മാറും. കാരണം വെളിച്ചം കൊണ്ട്
കാണാൻ പറ്റില്ല. നതദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അറിവ് കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് ശരിക്കും പൂർണ്ണത. പക്ഷെ എങ്കിലും നമുക്ക് അറിയണം എന്നുണ്ട്. അപ്പൊ ആ അറിയാനുള്ള ശ്രമം തന്നെ നമുക്കൊരു ബ്ലോക്കായിട്ട് മാറും. സോപ്പ് ഉപയോഗിച്ചിട്ട് കുളിച്ചിട്ട് ആ സോപ്പ് കളയാതിരിക്കുന്ന പോലെ അത് നമ്മുടെ മേളിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണ് ചെയ്യുക? ഈ വെളിച്ചത്തെ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തേ പറ്റൂ. വിദ്യ വെളിച്ചം നൽകുന്നു. തമസോമാ ജ്യോതിർഗമയ എന്ന് നമ്മൾ പറഞ്ഞു. ഈ ജ്യോതിസ് പ്രഭ എവിടേക്കുള്ളതാണ്? ഞാൻ സൃഷ്ടിക്കുന്ന ഈ മറയെ എടുത്തു കളയാനാണ് ശരിക്കും ഈ ജ്യോതിസ്. എന്നെ തന്നെ എടുത്തു കളയാനാണ് ശരിക്കും ജ്യോതിസ്. ഞാൻ അറിയും തോറും എൻ്റെ ഈ ഭാവം, ഞാൻ എന്നുള്ള ഭാവം കൂടുതൽ കൂടുതൽ സബ്ലിമേറ്റഡ് ആയിട്ട് വരണം. അതാണ് വിദ്യാദദാതി വിനയം എന്ന് പറയുന്നത്. അപ്പോ ആ സോഴ്സിനെ എക്സ്പ്രസ് ചെയ്യുന്ന മാധ്യമമായിട്ട് മാറും. കൂടുതൽ കൂടുതൽ നല്ല മാധ്യമമായി മാറും. അതാണ് എഡ്യൂക്കേഷനിലൂടെ സംഭവിക്കേണ്ടത്. അല്ലാതെ പൂർണ്ണത അറിയല്ല വേണ്ടത്. പൂർണ്ണത എക്സ്പ്രസ് ചെയ്യുന്ന മാധ്യമമായിട്ട് മാറുന്നു. കൂടുതൽ കൂടുതൽ ഹയർ ലെവൽ. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ബ്ലോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ ബ്ലോക്കിനെ മാറ്റാൻ പറ്റുക? ഫൊർഗെറ്റ് യുവർ സെൽഫ്. ഇതാണ് ബാബുജി മഹാരാജ്. സ്വയം മറക്കുക. ഞാൻ എന്നെ തന്നെ വിസ്മരിക്കണം. ഞാൻ പഠിക്കും വേണം, ഞാൻ നന്നാവും വേണം, പക്ഷെ ഞാൻ എന്നെ മറക്കും. ഞാനാണ് നന്നാവുന്നത്, ഞാനാണ് പഠിക്കുന്നത്, ബോധമില്ലാണ്ടായി മാറും. അപ്പൊ ഒരു ഹയർ എൻറ്റിറ്റിയുടെ ആവശ്യം വരികയാണ്. ഇതിനാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. ഞാൻ മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ എന്നെക്കാളും ഹയർ ഒരു എൻറ്റിറ്റി വേണ്ടേ? അതിനാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ഗുരു ഇല്ലാതെ എക്സ്പ്രഷൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഗുരുവിന് ഒരു ശിഷ്യൻ ആവശ്യം. ഇല്ലേ ഗുരു ഈഗോ കുടുങ്ങി പോകും. ഈ പ്രപഞ്ചത്തിലേക്ക് പൂർണ്ണത എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഒരു മാധ്യമം വേണം. അതിനാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഗുരുവിന്റെ തന്നെ ഇൻസ്ട്രുമെന്റ് ആയിട്ട്, ഗുരുവിന്റെ തന്നെ ഈഗോ എന്ന് പറയാം, ശിഷ്യൻ മാറുകയാണ്. ഗുരു പ്രവർത്തിക്കുമ്പോൾ അവിടെ ശരിക്കും ശിഷ്യൻ പ്രവർത്തിക്കുന്നു. അപ്പൊ അഹംബോധം ഇല്ലാണ്ടേ വേണം. ഗുരുവിന് അഹംബോധം ഇല്ല. കാരണം പറഞ്ഞാൽ പറയിപ്പിച്ച് ഏൽപ്പിക്കാൻ ഒരാളുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് ഈഗോ വരും, ഞാൻ തന്നെ ചെയ്തോളാം, എനിക്ക് ആരെയും ആവശ്യമില്ല. അങ്ങനെയാകുമ്പോൾ അത് ഈഗോ ആയി. ഞാൻ ഈശ്വരനാണ്, എല്ലാം അറിയുന്നവനാണ് എന്ന് ലോകത്തിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ കേൾക്കാൻ ആരെയും വേണ്ടേ? ഇത് മനസ്സിലാക്കാൻ ആരെയും വേണ്ടേ? അപ്പോൾ ശിഷ്യൻ കൂടുതൽ തയ്യാറാവുന്നതോറും ഗുരു കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നു. ഈ ലോകത്തിൽ മനുഷ്യരാശി കൂടുതൽ കൂടുതൽ ഇവോൾവ് ചെയ്യുമ്പോൾ, അതായത് അഹംബോധം സബ്ലിമേറ്റ് ചെയ്ത് വരുമ്പോൾ, ചുരുക്കത്തിൽ പറയാൻ ലാളിത്യത്തിലേക്ക് നീങ്ങുന്നു. സിംപ്ലിസിറ്റി എന്ന് ബാബുജി മഹാരാജ് ലാളിത്യത്തിലേക്ക് നീങ്ങുന്നു. അതായത് ഒന്നുമില്ലാതെ നിലനിൽക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് മാറുകയാണ്. എപ്പോഴും എല്ലായ്പ്പോഴും ഒരു വളരെ ഫൈൻ വെയിലായിട്ട് മാത്രം, ഒന്നും പറ്റിപ്പിടിക്കാത്തൊരു വെയിൽ മാത്രമായിട്ട് നിലനിൽക്കാൻ ഉള്ള ഒരു ശ്രമമാണ് ശരിക്കും സാധന എന്ന് പറയുന്നത്. സിംപ്ലിസിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, ലാളിത്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ലാളിത്യം അവിടെ വേണേനി. അതുകൊണ്ടാണ് അതിന് ഫൈനൽ വെയിൽ എന്ന് ബാബുജി മഹാരാജ് പറയുന്നത്. ബി പ്ലെയിൻ ആൻഡ് സിമ്പിൾ ടു ബി ഐഡന്റിക്കൽ വിത്ത് നേച്ചർ. അതാണ് നമ്മുടെ സഹജമാർ 4ാമത്തെ പ്രമാണം. ഐഡന്റിക്കൽ ആയിട്ട് മാറാനേ പറ്റുള്ളൂ. നേച്ചറായിട്ട് മാറാൻ സാധിക്കും, ഈശ്വരനായിട്ട് മാറാൻ സാധിക്കും. കാരണം ക്യാപിറ്റൽ എൻ എന്ന് ബാബുജി മഹാരാജ് ഉപയോഗിക്കുമ്പോൾ ഈശ്വരൻ എന്ന തത്വത്തിനാണ്. ഈശ്വരനുമായിട്ട് കൂടുതൽ 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 ഐഡന്റിക്കലായി മാറാൻ പറ്റും. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുമ്പോൾ അവിടെ ഗുരു എന്നുള്ള വാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഗുരുവായിട്ട് കൂടുതൽ കൂടുതൽ ഐഡന്റിക്കലായ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരുവിന് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മാധ്യമമായി മാറും. അപ്പൊ ഗുരുവിന്റെ ശിഷ്യനായി മാറും. എപ്പോഴും ഒരു ഗുരു പരമ്പര ആവശ്യമാണ്. എപ്പോഴും ഒരു ഗുരു പരമ്പര ആവശ്യം. ഒരു ഹൈറാർക്കി ഇല്ലാത്ത ഒരു സ്പിരിച്വൽ സിസ്റ്റം ഈഗോയിൽ കലാശിക്കും. ഒരു വ്യക്തിത്വം പിന്തുടരുന്ന ഒരു ലിവിങ് പേഴ്സണാലിറ്റി അത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് വിടുമ്പോൾ ഒന്നായി മാറുന്നു, പക്ഷെ പേഴ്സണാലിറ്റി ആയിട്ടുള്ള ലിങ്ക് അവിടെ എപ്പോഴും ഉണ്ടാവും. അദ്ദേഹത്തിന് പ്രസന്റ് ആയേ പറ്റുള്ളൂ, എക്സ്പ്രസ് ചെയ്തേ പറ്റുള്ളൂ. ഇങ്ങനെ ഉത്തമനായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ലാളിത്യമുള്ള ഒരു ശിഷ്യൻ ഭൂമിയിലുള്ളപ്പോൾ ഒരു ഗുരുനാഥൻ ഏത് ഡയമെൻഷൻ ആയാലും അവിടെ ഉണ്ടായേ പറ്റുള്ളൂ. ആ ഗുരു എക്സ്പ്രസ് ചെയ്തേ പറ്റുള്ളൂ. ഒരു ഫിസിക്കൽ ഡയമെൻഷനിൽ ഈ ശിഷ്യന് അറിയാൻ തക്കോണം ആ ഗുരു എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് കാണണമെന്നില്ല, പക്ഷേ ഗുരു അവിടെ ആവശ്യം.
ഇപ്പൊ ഗുരു ഇല്ലെങ്കിൽ ശിഷ്യനും ഇല്ല, ശിഷ്യനില്ലെങ്കിൽ ഗുരു ഇല്ല. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഈശ്വരൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലാളിത്യത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരാശി, ഒരു മനുഷ്യനെങ്കിലും വേണം. അതാണ് നമ്മൾ സ്പിരിച്വൽ റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത്. ബാബുജി മഹാരാജ് ഒരാളെങ്കിലും വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം എങ്കിൽ മാത്രമേ ഈശ്വരനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഇത് ഈശ്വരൻ തന്നെ ഈഗോയിൽ കുടുക്കി പോകും, ഈശ്വരനെ ഗ്രോസ്ട്രസ് കുടുക്കി പോകും. ഇതാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. ഈശ്വരനെ എക്സ്പ്രസ് ചെയ്യാതിരുന്ന ഈശ്വരൻ തന്നെ അഹംബോധത്തിൽ കുടുങ്ങി പോവാം. ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ചിന്തിക്കേണ്ട കാര്യമാണ്. എക്സ്പ്രസ് ചെയ്യാത്തൊരു ഈശ്വരൻ അസാധ്യമായിട്ടുള്ള കാര്യമാണ് എന്ന് ബാബുജി മഹാരാജ് പറയുന്നതും അതുകൊണ്ട് തന്നെ. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡെപ്തിൽ ഇൻട്രോസ്പെക്ട് ചെയ്യും. എഡ്യൂക്കേഷന്റെ ഈ പർപ്പസിനെ കുറിച്ചിട്ട്, അതായത് എക്സ്പ്രസ് ചെയ്യാനുള്ള, പ്യൂരിറ്റീനെ എക്സ്പ്രസ് ചെയ്യാൻ മാധ്യമമാക്കി മാറ്റുക എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ പർപ്പസ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.